അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് തുടങ്ങാൻ പോകുന്നു. ഒരുപാട് പേര് ഉസ്താദെ നമ്മുടെ മജ്ലിസ് കാണുമ്പോൾ തന്നെ, ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നേരെ കമൻറ്റ് ബോക്സിലേക്ക് പോയി ഫസ്റ്റ് കമൻറ്റ് എഴുതുന്ന അല്ലെങ്കിൽ ദുആ വസിയത്ത് എഴുതുന്ന ഒരുപാട് നല്ല മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ. ഒരുപാട് വിഷമങ്ങളും കടങ്ങളും ഉള്ളവരാണ് നമ്മളിൽ പല ആളുകളും. അല്ലാഹു തആല ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ചൊല്ലുന്ന പറയുന്ന ദിക്ർ ഔറാദുകളുടെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല എല്ലാ പ്രതിസന്ധികളും മാറ്റി നമ്മളെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ദുൽഖഅദ മാസത്തിൻ്റെ 10ാമത്തെ രാവിലാണുള്ളത്. നമ്മൾ നാളെ 10ാമത്തെ പകലാണ്. അതായത് ദുൽഖഅദ മാസത്തിൻ്റെ 1/3 ഭാഗം വിട പറയുകയാണ്. ശവ്വാൽ മാസം വിട പറഞ്ഞു, വേഗത്തിലാണ് ശവ്വാൽ പോയത്. ഇപ്പോൾ ദുൽഖഅദ മാസത്തിൻ്റെ ആദ്യത്തെ 10 വിട പറയുന്നു. ഇനി ഏകദേശം 1 മാസത്തോളം, ആ 1 മാസം കൂടി കഴിഞ്ഞാൽ വിശുദ്ധമായ ബലിപ്പെരുന്നാൾ ദുൽഹിജ്ജ 10 നമ്മളിലേക്ക് വരികയാണ്. ഹജ്ജിൻ്റെ സീസൺ, ഹാജിമാർ അല്ലെ മക്കയിലും മദീനയിലൊക്കെ ഒഴുകിയെത്തുന്ന സമയമാണ്. അതുപോലെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട, അറവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിൻ്റെ ഷെയർ ചേരലും ഒക്കെ നടക്കുന്ന സമയമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ, ഇപ്പോൾ ഒരു ഷെയറിന് 8,000 രൂപ അല്ലെങ്കിൽ 9,000 രൂപ 10,000 രൂപ ഒക്കെയാണ് പല ഷെയറും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു ഷെയറെങ്കിലും ചേർന്ന് എന്ത് ചെയ്യുക, ഈ ഉദ്ഹിയ്യത്തിൽ, ഈ പ്രാവശ്യത്തിൻ്റെ ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കുക. ഒരു മനുഷ്യന് ഉദ്ഹിയ്യത്ത് അറുക്കാൻ, അതിന് പങ്കെടുക്കാൻ 1 വർഷം അയാൾ കൊണ്ട് പറ്റുമെങ്കിൽ അയാൾ അത് ചെയ്യാതെ മാറി നിന്നാൽ അവൻ്റെ ആഖിബത്ത് വരെ മോശമാകുമെന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ പടച്ചോങ്കാക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിലവൊക്കെ കഴിഞ്ഞ് ബാക്കി നമുക്ക് ഉദ്ഹിയ്യത്തിൽ ഒരു ഷെയറെങ്കിലും ചേരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചേരൽ നല്ലതാണ്, വലിയ ഗുണമുള്ളതാണ്, നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ ഉദ്ഹിയ്യത്ത് മൃഗങ്ങളെ കാണാനും അത് സെലക്ട് ചെയ്യാനും അതിൻ്റെ പൈസ പിരിക്കാനും ഒക്കെ ആളുകൾ ഓടി നടക്കുന്ന, ആളുകൾ സന്നദ്ധരാകുന്ന ഒരു ദിവസങ്ങളാണ് ഇനിയുള്ളത്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ഇപ്രാവശ്യം ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറ് കൊടുക്കട്ടെ. നമുക്കുമൊക്കെ അല്ലാഹു തആല ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദിക്റിലേക്ക് കടന്നാലോ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം ദ്വാരക്കാം. നമ്മുടെ കാഴ്ച ശക്തി, കേൾവി ശക്തി അതൊക്കെ അധികരിക്കാൻ, അതായത് കാഴ്ച നമുക്ക് കിട്ടാൻ, കേൾവി ശക്തി കിട്ടാൻ, കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ചെവിയുമായി ബന്ധപ്പെട്ട് ഈ ചെവിയിൽ ബാലൻസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അപ്പോൾ നമ്മുടെ തലയുമായി, നമ്മുടെ ശാരീരിക അസ്വസ്ഥതകൾ മുഴുവൻ മാറാനുള്ള നമുക്ക് ഒരു 3 ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ 3 ഇസ്മുകൾ ചേർത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ്. 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 യാ ബസീറു യാ
സമീഉ യാ ഷാഫി യാ അല്ലാഹ് യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ് യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ് യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ് യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ് യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇസ്മാണ്. പക്ഷെ അത് വല്ലപ്പോഴും പറയേണ്ടതല്ല. എല്ലാ ദിവസവും സ്ഥിരമായി നമുക്ക് പറയാൻ പറ്റിയാൽ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു തആല തരും. അള്ളാഹുവിൻ്റെ രാജാധികാരത്തെ പിടിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ഇസ്മാണത്. അള്ളാഹുവേ, ഈ ഇസ്മ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ എന്നും കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആരക്കണം. എങ്ങനെയാണ് അങ്ങനെ ദുആരക്കേണ്ടത്? ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇസ്മും പറയണം, നമ്മുടെ ആവശ്യങ്ങളും ചോദിക്കണം. യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട് അല്ലേ, അനുഗ്രഹം. ഒന്ന് എണ്ണി നോക്കിയേ. നമുക്ക് വീട്, ആ വീട്ടിൽ തന്നെ എത്രയോ സൗകര്യങ്ങൾ നമുക്ക് തന്നു. നമ്മുടെ ശരീരം, നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ കണ്ണ്, നമ്മുടെ വാഹനം, നമ്മുടെ വീട്, നമുക്ക് ശ്വസിക്കാൻ വായു, അല്ലേ, ഒരു പ്രയാസവുമില്ല. ഇങ്ങനെ ഒരുപാട് എണ്ണാൻ തുടങ്ങിയാൽ ഒരുപാട് എണ്ണാനുണ്ട്. ഒരുപാട് നിഅമത്ത് പടച്ചോൻ നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ ജോലി, എല്ലാം അല്ലാഹു തആല തന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ നിലനിന്ന് കിട്ടണം, നഷ്ടപ്പെട്ടു പോകരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ലവണ്ണം ദുആരക്കണം. നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനും ഇനിയും ഒരുപാട് നിഅമത്തുകൾ കിട്ടാനും ഇപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും വേണ്ടിയുള്ള മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു ദുആ, അതൊരു ദുആയാണ്, ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം? ഏതാണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാറും ഹംദും ചേർത്ത് പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വ സ്തുതികളും അല്ലാഹുവേ നിനക്കാണ്. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ചെയ്തു പോയ തെറ്റുകൾ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ, ഞാൻ ചെയ്ത തെറ്റുകൾ കൊണ്ട് എനിക്ക് തന്നിട്ടുള്ള നിഅമത്ത് നീ എടുത്തു കളയല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ, മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടി പറഞ്ഞോ. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ നിലനിൽക്കണം, അതുപോലെ തന്നെ ഒന്നും നഷ്ടപ്പെടരുത്, ഇനിയും ഒരുപാട് നിഅമത്ത് കിട്ടണം. പറഞ്ഞോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം. 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം. കണ്ണേറ് സിഹ്റിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച ഒരു അമൂല്യമായ ദിക്റുണ്ട്. സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണിത്. മാത്രമല്ല ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾക്കൊരു പരിഹാരം കിട്ടാൻ അല്ലാഹു തആല ഒരുപാട് നമുക്ക് നിഅമത്തുകൾ വാരിക്കോരി തരാൻ ഒക്കെ പറ്റിയ ഒരു ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞു, ഒന്നിച്ചു പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ
ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സ്വലാത്തുകൾ ഒരുപാടുണ്ട്. ഏത് സ്വലാത്ത് ചൊല്ലിയാലും എല്ലാത്തിനും പ്രത്യേകതയുണ്ട്, എല്ലാത്തിനും ശ്രേഷ്ഠതകളുണ്ട്, മഹത്വമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്ന സ്വലാത്ത് നമ്മളൊക്കെ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ അല്ലേ, മദ്രസയിൽ നമ്മൾ ചൊല്ലി പഠിച്ചൊരു സ്വലാത്ത്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മതി, എന്തൊരു നേട്ടമാണ്. ഒരുപാട് ആളുകൾ സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുമ്പോൾ പലരും ചോദിക്കും, ഉസ്താദെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് മതിയോ? മതി, അത് തന്നെ ധാരാളമാണ്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടാൻ പറ്റിയൊരു സ്വലാത്താണ്. നമുക്കൊന്ന് ചൊല്ലിയാലോ സ്വലാത്ത്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. നമ്മളെല്ലാം മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. മരിക്കുന്ന സമയത്തും മുസ്ലിമായി കെലിമ ചൊല്ലി നമുക്ക് മരിക്കാൻ പറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇബാദത്തുകളൊക്കെ കൃത്യമാക്കുക, നല്ലവണ്ണം ദുആ ചെയ്യുക, നല്ലവണ്ണം ദുആ ചെയ്യുക, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. എങ്ങനെയാണ് ദുആരക്കേണ്ടത്? നമ്മുടെ ആഖിബത്ത്, നമ്മുടെ അവസാനം നന്നാവാൻ എങ്ങനെ ദുആരക്കണം? നമുക്ക് മഹ്തുക്കൾ പഠിപ്പിക്കുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ മരിപ്പിക്കുമ്പോൾ, എനിക്ക് മരണം തരുമ്പോൾ എനിക്ക് നീ എന്ത് ചെയ്യണം? ഹിദായത്ത് നൽകണം. എന്നെ ഇസ്ലാമിലാക്കി മുസ്ലിമാക്കി നീ മരിപ്പിക്കണം. വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം തന്നെ നീ എന്നെ ഒരുമിച്ച് ചേർക്കണം. ഇതാണ് ആ ദുആ. നമുക്കൊന്ന് പറഞ്ഞാലോ? ഇത് ഇങ്ങനെ ദിക്റിന്റെ മജ്‌ലിസിൽ മാത്രം പറയേണ്ട ദുആയല്ല. നമ്മൾ എപ്പോഴൊക്കെ നമസ്കാരങ്ങൾക്ക് ശേഷം ദുആരക്കുന്നു ആ സമയത്തൊക്കെ ഈ ദുആ നമുക്ക് പറയാം. നമുക്കൊന്ന് പറഞ്ഞാലോ? اللهم توفني مسلما والحقني بالصالحين. 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 اللهم
اللهم توفني مسلما وألحقني بالصالحين 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 الحمد لله അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ദിക്റിന്റെ സ്വലാത്തിന്റെ ഇസ്മുകളുടെ ഇസ്തിഗ്ഫാറിന്റെ മജ്ലിസ് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ. ഈ പറഞ്ഞതിൽ ചൊല്ലിയതിലൊക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ഈമാനിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, നമ്മുടെ ചൊല്ലിയതിൽ എന്തെങ്കിലും ഒരു തഖ്വയുടെ പോരായ്മ ഉണ്ടെങ്കിൽ അള്ളാഹു താല പരിഹരിച്ച് നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആരക്കുന്നു. അള്ളാഹു താല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുകയാണ്. അപ്പോൾ ദുആക്ക് മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ് അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من
മിനൽ ളാലിമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സ്വഗീറാ. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, അല്ലാഹുവേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ആമീൻ പറയുന്ന മജ്ലിസാണ്, ദിക്ർ ചൊല്ലിയ മജ്ലിസാണ്. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഖുർആനിലെ ദുആകൾ പറഞ്ഞ മജ്ലിസാണ്. അല്ലാഹുവേ, നിന്റെ മുത്ത് ഹബീബിന് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലിയ മജ്ലിസാണ്. നീ ഖബൂലാക്കണേ അല്ലാ. പരിപൂർണമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ എല്ലാവിധ നിഅമത്തുകളും നൽകണേ അല്ലാ. നിഅമത്തുകൾ തടയല്ലേ റബ്ബേ. ചെയ്തുപോയ തെറ്റുകളുടെ പേരിൽ അല്ലാഹുവേ, നീ തരുന്ന അനുഗ്രഹങ്ങൾ നിർത്തിക്കളയല്ലേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ജീവിതത്തിൽ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് അബദ്ധങ്ങൾ തെറ്റുകൾ പറ്റിയവരാണ്. ഞങ്ങൾ ഏറ്റുപറയുന്നു റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ലോക മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, പലരും ഖബറിലാണ്. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് ചെല്ലാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഓരോ ആളുകൾക്കും എന്തെല്ലാം പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് നിനക്കറിയാമല്ലാ. എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ ദൂരീകരിക്കണയല്ലാ. പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണയല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണയല്ലാ. ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും രോഗങ്ങളും നീ മാറ്റി സലാമത്ത് തരണയല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹുവേ, പലരും ഹോസ്പിറ്റലുകളിൽ കഴിയുകയാണ്, വീടുകളിൽ കഴിയുന്ന രോഗികളായി. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണയല്ലാ. പലർക്കും പലവിധത്തുള്ള ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. എന്തെല്ലാം ആർക്കെല്ലാം ഉണ്ടെന്ന് നിനക്കറിയാം. നീയാണ് രോഗം തരുന്നവൻ, നീയാണ് ഷാഫിയായവൻ റബ്ബേ. ഷാഫിയായ അല്ലാ, രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന, വീഡിയോകൾക്ക് താഴെ കമന്റായി ദുആ വസിയത്ത് പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ, ആ മുഅ്മിനീങ്ങളുടെ പേര് വിവരങ്ങൾ നിനക്കറിയാം. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു എന്ന് നിനക്കറിയാം, എഴുതുന്നു നിനക്കറിയാം റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ അല്ലാ. മനസ്സിന്റെ മുറാദ് അവരുടെയും ഞങ്ങളുടെയും ഹാസിലാക്കി തരണേ അല്ലാ. വേദനകൾ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളുള്ളവരുടെ ആ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്നു. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് പേര് വീടില്ലാതെ വിഷമിക്കുന്നു. വീട് പണി നടക്കുന്നവരുണ്ട്, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ സങ്കടപ്പെടുന്നവരുണ്ട്. വിവാഹം ശരിയാക്കി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. വിവാഹം നിശ്ചയിച്ചു വെച്ചവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കള് ഒരുപാട് പഠിക്കുന്നവരാണ്, പരീക്ഷകൾ എഴുതിയവരാണ്. ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മജ്ലിസിന്റെ താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം തരണേ അല്ലാ. സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ.
വഴിതെറ്റിപ്പോകുന്ന കാലമാണ് അല്ലാഹുവേ. മോശത്തരങ്ങൾ അധികരിക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ വിധത്തിലുള്ള ദുർപ്രവർത്തനങ്ങളെ തൊട്ടും അല്ലാഹുവേ മോശത്തരങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഈ വർഷം ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്ന ഒരുപാട് ഹാജിമാരുണ്ട്. അല്ലാഹു അവർക്ക് ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള അവസരം കൊടുക്കണേ അല്ലാ. ഒരുപാട് പേർക്ക് ഹജ്ജ് മുടങ്ങി പോകുമെന്ന് ഭയപ്പെടുകയാണ് റബ്ബേ, നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും അല്ലാഹുവേ നിനക്ക് പൊരുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവസാനം മുഅ്മിനായി മരണപ്പെടാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. എവിടെ വെച്ചാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല റബ്ബേ. മരിക്കുന്ന സമയത്ത് റബ്ബേ ഞങ്ങൾക്ക് കലിമ ചൊല്ലി മരിക്കാനുള്ള അവസരം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധത്തുള്ള കാവലും നീ തരണേ അല്ലാ. മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടങ്ങൾ ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിമാനം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അസൂയാലുക്കളുടെ അസൂയത്തൊട്ട് കാക്കണേ അല്ലാ. സിഹർ വെക്കുന്ന സാഹചര്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കണ്ണീർ വെക്കുന്ന ആയിനീങ്ങളുടെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നാവ് ദോഷങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. എല്ലാവിധത്തിലുള്ള പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കച്ചവടം ഞങ്ങളുടെ വീട് വാഹനം എല്ലാത്തിനെയും നീ സംരക്ഷിക്കണേ അല്ലാ. ഈ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ മജ്‌ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും കഴിയുന്നത് പോലെ പങ്കെടുക്കുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.